ഒരു മിനിറ്റ് നിൽക്കില്ല. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സൺഡേ രാത്രി 11 മണിക്ക് ഗുരുവായൂർ എക്സ്പ്രസ് നമുക്ക് വേണ്ടി ഇതാ മാർത്താണ്ഡം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു. ഈ അർദ്ധരാത്രിയിൽ ഞാൻ വീഡിയോ എടുക്കുന്നതിന് ചേട്ടൻ്റെ വക ഒരു കമൻറ്റും ഉണ്ട് കേട്ടോ, കേട്ടോളൂ. ഓണാഘോഷത്തിൻ്റെ ഇടയിലാണ് ഇവരുടെ പുട്ടി ആഹാരം. അങ്ങനെ വെളുപ്പിന് 7 മണിയോടെ ഞങ്ങൾ ഗുരുവായൂരിലെത്തി. അന്ന് മുഴുവനും തോരാത്ത മഴയായിരുന്നു. അവിടെ ഹോട്ടൽ റൂമിൽ നിന്നും എല്ലാവരും കുളിച്ച് ഫ്രഷായി 9:30 ആയപ്പോൾ ഗുരുവായൂരപ്പനെ കാണാനിറങ്ങി. നല്ല തിരക്കുണ്ടെങ്കിലും ദിവ്യ ദർശനം തന്നെ ലഭിച്ചു. അന്ന് ഷഷ്ടിയായിരുന്നു, മാത്രമല്ല ഉദയാസ്തമന പൂജയായിരുന്നു. അപ്പോൾ ഇടവിട്ടുള്ള നട തുറക്കലും പൂജയും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ നമുക്ക് നല്ല ദർശനം കിട്ടി. കണ്ണൻ അങ്ങനെ വിളിച്ച് ദർശനം തന്ന പോലെയായി. ഇതാ നോക്കിക്കോ എന്ന് പറയില്ലേ ചില സമയങ്ങളിൽ, അപ്പം അങ്ങനെയുള്ളൊരു നല്ല ദർശനമായിരുന്നു. ഞങ്ങൾ ഏതാണ്ട് ഒരു 10:45 ആയപ്പോൾ ദർശനം കഴിഞ്ഞ് പുറത്തു വന്നു. പിന്നെ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ കയറി രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിച്ചിട്ട് നേരെ വിട്ടത് നമ്മുടെ ഫാമിലി ഫ്രണ്ടായ സജീഷിൻ്റെ വീട്ടിലേക്കാണ്. സജീഷും ഭാര്യയും നമുക്ക് ഒരു അനിയനും അനുജത്തിയും പോലെയാണ്. 13 വർഷങ്ങൾക്ക് മുമ്പേ ചെന്നൈയിൽ നിന്നും നമുക്ക് ലഭിച്ചൊരു ഫ്രണ്ട്ഷിപ്പാണിത്. ഇപ്പോൾ ഞങ്ങളും ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നു, അവർ അവരുടെ നാട്ടിലേക്കും എത്തിയിരിക്കുകയാണ്. ഇത് ഗുരുവായൂരിൽ നമ്പഴിക്കാട് എന്ന സ്ഥലത്ത് പേരുകേട്ട ഒരു ചായക്കടയാണ് സജീഷ് ഏട്ടൻ്റെ ചായക്കട എന്ന ഇവരുടെ ഷോപ്പ്. ഇവരുടെ ചായയും പലഹാരങ്ങളൊക്കെ ഫേമസ് ആണ് കേട്ടോ. ടി വിയിലും ന്യൂസ് പേപ്പറിലൊക്കെ വാർത്തകൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇന്നിവിടെ വന്നത് കാരണം സതീഷ് നേരത്തെ കട അടച്ചു. നമുക്ക് വേറെയും കുറേ ക്ഷേത്രങ്ങളിൽ പോകേണ്ടിയിരുന്നു. സോ അവരും നമ്മളോടൊപ്പം കൂടി. ഇതിലിരിക്കൂല, അങ്ങനെ ഇതിലിരിക്കില്ല. ഇതൊക്കെ പുറത്ത് വെച്ചിട്ടാ പൂട്ടുക. ഇവിടെയാണ് ഷട്ടർ ഉള്ളത്. ഇത് നമ്മുടെ ബെഡ്റൂമാണ്. അതെന്താ അറിയാം, മനസ്സിലായി. ആ ബെഡ്റൂം പൊളിച്ചിട്ട് നമ്മൾ എത്ര വർഷമായി? ഇതിപ്പോ 5 കൊല്ലായി. ചെന്നൈയിൽ വന്നിട്ട് 8-9 വർഷമായി. ഓ, വർഷങ്ങൾ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള പോവാ. നമ്മളെ വിഷ്ണുമായ ജനിച്ച് ആ സമയത്തിൽ വന്നത്. വിഷ്ണുമായ്ക്ക് 8 വയസ്സായി. പരിപാടി അവസാനിപ്പിക്കുകയാണ്. വൈകുന്നേരം ഇത് കഴിഞ്ഞ് വന്നിട്ട് നമ്മളിപ്പോ അവിടെ അമ്പലത്തേക്ക് പോയി വന്നതിന് ശേഷം തുറക്കും. അങ്ങനെ ടൈമിംഗ് ഒന്നുമില്ല. ഇവിടുത്തെ ഈ മരം ഒരു ഹൈലൈറ്റഡ് ആണ് കേട്ടോ. നല്ല വൈബാണ്. ഇത് ഫ്രണ്ടിൽ പോയി നോക്കാൻ നന്നായിരിക്കും. പുറത്തുനിന്ന് പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല, നല്ല മഴയാണ്. ഇതിൻ്റെ മുകളിൽ പോയും ആൾക്ക് ആഹാരം കഴിക്കാം. രാത്രിയൊക്കെ അവിടെ തുറന്നു വിടും. ഇപ്പോൾ ഫാമിലിയോടൊക്കെ വരുന്നവർക്ക് ഈ സ്റ്റെപ്സ് കയറി മേലെ പോയിരുന്നും ഫുഡ് കഴിക്കാം. അവിടുന്ന് ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് നേരെ പോയത് പെരിങ്ങോട്ടുകരയിലെ ശ്രീ വിഷ്ണുമായ സ്വാമി മൂലസ്ഥാനത്താണ്. അങ്ങനെ ആ പെരും മഴയിൽ നമ്മൾ പെരിങ്ങോട്ടുകരയിൽ ശ്രീ വിഷ്ണുമായ സ്വാമി മൂലസ്ഥാനത്തെത്തി. വളരെ ശാന്തമായൊരു അന്തരീക്ഷമായിരുന്നു അവിടെ. വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. മഴ എന്ന് വെച്ചാൽ അങ്ങനൊരു മഴയായിരുന്നു. അവിടുന്ന് നമ്മൾ നേരെ പോയത് ശ്രീ വിഷ്ണുമായ സ്വാമി ദേവസ്ഥാനത്തേക്കാണ്. അതും പെരിങ്ങോട്ടുകരയിൽ തന്നെയാണ്. ഇവിടെ അടുത്തടുത്ത് 3 ക്ഷേത്രങ്ങളുണ്ട്.
ഈ ക്ഷേത്രം മുഴുവനും സ്വർണ്ണമയമായിട്ട് മൊത്തത്തിലൊരു ഗോൾഡൻ ടെമ്പിൾ എന്ന് തന്നെ പറയാം. വിഷ്ണുമായ സ്വാമിയുടെ കഥ ഇവിടുത്തെ ചുവരുകളിലെ ശില്പങ്ങളിലൂടെ വിവരിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ ഏകദേശം നമ്മുടെ സാക്ഷാൽ അയ്യപ്പൻ്റെ ജീവിത കഥയുമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഞാൻ കേട്ടറിഞ്ഞിരുന്നതൊക്കെ കുറച്ച് ഭയാനകമായ കെട്ടുകഥകളാണ്. കുട്ടിച്ചാത്ത സ്വാമിയാണ്, ഇവിടുത്തെ പൂജകൾ വ്യത്യസ്തമാണ്, ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ശാന്തസ്വരൂപിയായ ബാലശാസ്ത്ര തന്നെ ആയിരിക്കണം ഇവിടുത്തെ സങ്കല്പമെന്ന്. നമ്മളവിടെ എത്തിയ സമയത്ത് ശ്രീകോവിലിൻ്റെ നട തുറന്നിരുന്നു. പക്ഷേ ഉപദേവതകളുടെ നടകളൊക്കെ അടച്ചിരുന്നു. അത് എല്ലാം 4:30 മണിക്ക് തന്നെ അടുത്ത് തുറക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അത് കാരണം നമ്മൾ അവിടെ കുറച്ച് നേരം, ഒരു 3/4 മണി നേരമൊക്കെ വെയിറ്റ് ചെയ്ത് എല്ലാവരെയും ഒന്ന് കണ്ട് നല്ല സന്തോഷത്തോടെ എല്ലാവരെയും തൊഴുതിട്ട് തന്നെയാണ് പുറത്തിറങ്ങിയത്. ഇത് വിഷ്ണുമായ സ്വാമിയുടെ വാഹനമായ മഹിഷമാണ്. ശ്രീ പുണ്യത്രേശ്വര തൃപ്പൂണിത്തുറയപ്പൻ. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ തൊട്ടടുത്ത് തന്നെയാണ് ഹരികന്യക എന്ന് പറഞ്ഞത്. ഇവരുടെ വീടിനടുത്ത് തന്നെയാണ് ഹരികന്യക എന്ന് പറഞ്ഞ ടെമ്പിളിൽ പോയി അവിടെയും തൊഴുതിട്ട് കുറച്ച് നേരം അവരുമായിട്ട് രാത്രി നല്ല സമയങ്ങൾ ചിലവഴിച്ചിട്ട് രാത്രി 11 മണിക്കുള്ള അതേ ഗുരുവായൂർ എക്സ്പ്രസ്സിൽ തന്നെ ഞങ്ങൾ നേരെ സ്ഥലം വിട്ടു തൃപ്പരപ്പിലോട്ട്. ശ്രീ ഗുരുവായൂരപ്പനെയും വിഷ്ണുമായ സ്വാമിയെയും കണ്ട് ധന്യമായ ഈ ഒരു ദിവസം കൂടി അങ്ങനെ കടന്നുപോയി. അപ്പോൾ ഇന്ന് ഇത്ര തന്നെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫോർ നൗ.